Good afternoon. Okay, നമ്മൾ ചാപ്റ്റർ 8 ഡയാലിസിസ് സർവീസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോ നമ്മള് ടൈപ്സ് ഓഫ് കിഡ്നി ഫെയിലിയർ ഒക്കെ നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് അതിന്റെ യൂസസ് ഒക്കെ നോക്കി. ദെൻ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ്. നമുക്ക് കോമൺലി 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഹീമോഡയാലിസിസ്, രണ്ടാമത്തത് പെരിറ്റോണൽ ഡയാലിസിസ്, പിന്നെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് റെന്റൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ്. കണ്ടിന്യൂസ് റെന്റൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അപ്പൊ ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഓക്കെ, നോക്കാം. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ഡയാലിസിസ് ആണ് ഇത് ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസില് ഒരു ഹീമോ ഡയലൈസർ യൂസ് ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡയാലിസിസ് മെഷീൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ബ്ലഡ് ഫിൽട്ടർ ചെയ്യണത്. അപ്പൊ ഹീമോഡയാലിസിസ് ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ച് ഒരു യന്ത്രത്തിന്റെ സഹായത്തോടു കൂടി ശരീരത്തിലെ രക്തം എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്യണ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, ഹീമോഡയാലിസിസ് നടക്കുന്നത്. സാധാരണ രീതിയിൽ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹീമോഡയാലിസിസ് ആണ്. The most common type of dialysis is hemodialysis. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഡയാലിസിസ് ആണ് ഏത്, ഹീമോഡയാലിസിസ്. ഇനി hemodialysis is a method in which dialysis machine and a special filter called an artificial kidney or a dialyzer is used. നമ്മൾ ഹീമോഡയാലിസിസിൽ നമ്മൾ ഡയാലിസിസ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ മെഷീൻ ആണ് ഒരു സ്പെഷ്യൽ ഫിൽറ്റർ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് വെച്ചാൽ ശരിക്കുള്ളതല്ല, നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി, ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു മെഷീൻ ആണ്. പിന്നെ ആർട്ടിഫിഷ്യൽ കിഡ്നിനെ നമ്മൾ പറയുന്ന പേരാണ് ഹീമോഡയലൈസർ അല്ലെങ്കിൽ ഡയലൈസർ എന്ന് പറയും. This artificial kidney hemodialyzer eliminate the waste from surplus fluid from the blood. നമ്മൾ ഈ ഹീമോഡയലൈസർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റ്, സർപ്ലസ് ആയിട്ടുള്ള വാട്ടറോ ഫ്ലൂയിഡോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. The filtered blood is sent back to the body with the help of a dialysis machine. നമ്മൾ ഈ ഡയാലിസിസ് മെഷീന്റെ ഹെൽപ്പോട് കൂടി തന്നെ നമ്മൾ ഒരു എന്താ പറയാ, നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യും, ആ മെഷീനിൽ കൂടെ കടത്തി വിട്ട് നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യും, ഫിൽറ്റർ ചെയ്ത് നല്ല ബ്ലഡ് നമ്മുടെ നമ്മുടെ ബോഡിയിലേക്ക് കയറ്റും. ബിഫോർ സ്റ്റാർട്ടിങ് ഹീമോഡയാലിസിസ്, സാധാരണ രീതിയിൽ ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു മൈനർ സർജറി ചെയ്യേണ്ടി വരും. മൈനർ സർജറി ഇസ് റിക്വയർഡ് ടു മേക്ക് എ മസ്കുലർ ആക്സസ് സൈറ്റ്. നമുക്ക് എവിടെ നിന്നാണ് ബ്ലഡ് എന്ത് ചെയ്യേണ്ടത്, കളക്ട് ചെയ്യേണ്ടത്, എവിടേക്കാണ് ബ്ലഡ് എന്ത് ചെയ്യേണ്ടത്, സപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയണം. അപ്പൊ നമുക്ക് അതറിയാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ബ്ലഡ് എടുക്കുന്നത് എവിടെ നിന്നാണ്, ഈ മസ്കുലർ ആക്സസ് സൈറ്റിൽ നിന്നാണ്. ഓപ്പണിംഗ് ഇൻടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ, നമ്മുടെ ബ്ലഡ് വെസലിൽ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽ എന്ത് ചെയ്യും, സാധാരണ ഇതിൽ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയാലിസിസ് ചെയ്യാറ്. നോർമലി ഇൻ പേഷ്യന്റ് ആംസ്, നമ്മളിപ്പോ ഇമേജിൽ കാണുന്ന പോലെ പേഷ്യൻസിന്റെ കൈകളിലാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. നമുക്ക് വേണമെങ്കിൽ കയ്യില് എന്താ പറയാ, വെയിനോ അല്ലെങ്കിൽ ആക്കതയോ ഒക്കെ ഇതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആംസ്, കാലിന് ലെഗ്സ് യൂസ് ചെയ്യാൻ പറ്റും. കാലിനെ കൂടി ഹീമോഡയാലിസിസ് ചെയ്യാൻ പറ്റും. This site is important to have an easy way to get blood from the body. നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് ബ്ലഡ് കിട്ടണ ആ ഒരു സ്ഥലം ആണ് നമ്മുടെ കയ്യിലെ പേഷ്യൻസിനെ ആക്സ് പറയുന്നത്. ത്രൂ ദ ഡയലൈസർ ആൻഡ് ബാക്ക് ഇൻ ടു ദ ബോഡി. ഇതുവഴി നമ്മൾ ബ്ലഡ് നമ്മുടെ മെഷീനിലേക്ക് എത്തിക്കും, ഡയലൈസറിലേക്ക് എത്തിക്കും. ആ ഡയലൈസറിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ ബ്ലഡ് മൊത്തം പ്യൂരിഫൈ ചെയ്ത് അതിലുള്ള വേസ്റ്റും അതേപോലെ തന്നെ സർപ്ലസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഒക്കെ മാറ്റി നല്ല ഫിൽറ്റർ ചെയ്ത ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു കയറ്റും. ഇനി നമ്മളൊരു ഹീമോഡയാലിസിന്റെ മെത്തേഡുകളാണ്, 3 മെത്തേഡ് ഉണ്ട്. ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല, ആർട്ടീരിയോവീനസ് ഗ്രാഫ്റ്റ്, പിന്നെ നമ്മളുടെ മസ്കുലർ ആക്സസ് കത്തീറ്റർ. 3 മെത്തേഡാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമ്മുടെ ഹീമോഡയാലിസിസ് ആണ് പറഞ്ഞത്. ഹീമോഡയാലിസിസ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡയാലിസിസ്. ഡയലൈസർ മെഷീന്റെ സഹായത്തോടുള്ള ഹീമോഡയാലിസറിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യാറ്. ഹീമോഡയാലിസറിന് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നും കൂടി പറയാറുണ്ട്. ആർട്ടിഫിഷ്യൽ കിഡ്നി യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ബ്ലഡിലുള്ള എക്സസ് ആയിട്ടുള്ള വേസ്റ്റ് ഫ്ലൂയിഡ് നമ്മുടെ ബ്ലഡിൽ അത് കളക്ട് ചെയ്യും, ഫിൽറ്റർ ചെയ്യും, നല്ല ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നതും എന്തിന്റെ ഹെൽപ്പോട് കൂടിയാണ്, നമ്മളെ ആർട്ടിഫിഷ്യൽ കിഡ്നിയുടെ ഹെൽപ്പോട് കൂടിയാണ്. ഈ ആർട്ടിഫിഷ്യൽ കിഡ്നിനെ നമ്മൾ പറയുന്ന പേര് ഹീമോ ഡയലൈസർ എന്നാണ്. ഇനി ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല,
And AV fistula is a surgical connection between the artery and vein. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടറി വെയിനെ റെഡ് കളറിൽ ആർട്ടറിയും ബ്ലൂ കളറിൽ വെയിനെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ആർട്ടറിയും വെയിനും തമ്മിൽ എന്ത് ചെയ്യും, ഒരു കണക്ഷൻ, ഒരു സർജറി, നമ്മൾ സർജറി ചെയ്ത് അത് കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ, ഈ മൗസ് നിൽക്കുന്ന പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നുണ്ടോ? ഈ മാർക്ക് ചെയ്ത പോർഷൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഞാൻ ഈ ഒരു പോർഷനില് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും, റെഡും ബ്ലൂവും കൂടി വന്നിരിക്കുന്ന പോർഷനിൽ കുറച്ചൊന്ന് സൂം ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർഷനിൽ വെച്ചിട്ട് അത് എന്ത് ചെയ്തിരിക്കുകയാണ്, കണക്ട് ചെയ്തിരിക്കുകയാണ്. ആർട്ടറിയും വീനസും കൂടി വെയിനും കൂടി എന്ത് ചെയ്തിരിക്കുകയാണ്, കണക്ട് ചെയ്തിരിക്കേണ്ട. വെയിനും കൂടി ആർട്ടറിയും വെയിനും കൂടി കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വസ്കുലർ ആക്സിസ് സൈറ്റ് ആണ് ഈ പറഞ്ഞ സംഭവം. ഇനി ഫിസ്റ്റുല ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ആംസ്. നമ്മൾ ഈ ഫിസ്റ്റുല എവിടെ, നമ്മുടെ കയ്യുടെ ആംസിൽ ക്രിയേറ്റ് ചെയ്തു. If the artery in the arms are not larger or healthy enough. ഇനി സാധാരണ രീതിയിൽ നമ്മൾ കൈകളിലാണ് ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യാറ്. ഇനി നമ്മുടെ കയ്യില് ആർട്ടറി അത്ര ഹെൽത്തി അല്ല, അല്ലെങ്കിൽ ലാർജ് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് എവിടെ, കാലില്, ആംസിൽ, ലെഗ്സിൽ ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾസോ ബി പുട്ട് ഇൻ ദ ലെഗ്സ്. നമുക്ക് കാലത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫിസ്റ്റുല ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ ആക്സസ് സൈറ്റ്. സാധാരണ രീതിയിലേക്ക് മോസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള ആക്സസ് സൈറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ ആംസിലുള്ള ഈ പറഞ്ഞ സൈഡ് കേട്ടോ, ഈ കാണുന്ന ജോയിൻ ചെയ്തിരിക്കുന്ന ആ സൈഡ്. It can also put in the legs of the most common natural site and formed from blood vessels form ചെയ്യുന്നത്. It has the rarest chance of infection and clotting. അപ്പൊ AV ഫിസ്റ്റുലയിലാണ് ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള ചാൻസ് ഇൻഫെക്ഷൻ വരാതിരിക്കാനും ക്ലോട്ടിങ് സംഭവിക്കാതിരിക്കാനും ഏറ്റവും കൂടുതൽ റയറസ്റ്റ് ചാൻസ് ഉള്ളത് എവിടെയാണ്, AV ഫിസ്റ്റുലയാണ്. നോക്കാട്ടോ, നോക്കി നമ്മൾ ഈ ഒരു ഇമേജ് നിങ്ങൾ കാണുന്നുണ്ട്, ഈ ഒരു ഇമേജ് കാണുന്നില്ല, ഈ ഒരു ഇമേജ് വഴി ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനിൽ നിന്ന്, AV ഫിസ്റ്റുലയുടെ പോർഷനിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ബ്ലഡ് ഡയാലിസിസ് മെഷീനിലേക്ക് കളക്ട് ചെയ്യും. ഇതുവഴി എന്ത് ചെയ്യും, ബ്ലഡ് ഡയാലിസിസ് മെഷീനിലേക്ക് കളക്ട് ചെയ്യുകയും കളക്ട് ചെയ്ത് അവിടെ വെച്ച് എന്ത് ചെയ്യും, മെഷീൻ ഉപയോഗിച്ച് നമ്മൾ പ്യൂരിഫൈ ചെയ്ത്, നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യും, മെഷീൻ ഉപയോഗിച്ച് പ്യൂരിഫൈ ചെയ്ത് അതിലുള്ള എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡും അതേപോലെ തന്നെ വേസ്റ്റും ഒക്കെ അത് റിമൂവ് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് ബ്ലഡ് എന്ത് ചെയ്യും, ഡയാലിസിസ് മെഷീൻ വഴി തന്നെ ബ്ലഡ് എങ്ങനെ നമ്മുടെ ഈ ഒരു പാർട്ടിൽ കൂടെ നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും, പാസ് ചെയ്യിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. നമ്മുടെ ഇമേജ് ടെസ്റ്റിലെ ഇമേജിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ഇവിടെയാണ് ഈ സർജിക്കൽ കണക്ഷൻ വന്നത്. ഇവിടെയായിട്ടാണ് ഈ സർജിക്കൽ കണക്ഷൻ വന്നത്. ഓക്കെ, ഏകദേശം മനസ്സിലായോ? അത് ഇമേജ് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ ആണോ? മനസ്സിലെ ഇവിടെ ഈ കണക്ട് ചെയ്ത് ഈ പാർട്ടിൽ നിന്നുള്ള ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്ത് മെഷീൻ ഉപയോഗിച്ച് പ്യൂരിഫൈ ചെയ്ത് ആ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചു കയറ്റണം. അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, ഇതാണ് എന്താണ്, ഇത് എന്ത് പ്രോസസ്സാണ്? ആർട്ടീരിയോവീനസ് ഫിസ്റ്റുലയാണ്. ഓക്കെ, ഇനി AV ഗ്രാഫ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ആണ്, ഹീമോഡയാലിസിസിലെ നെക്സ്റ്റ് മെത്തേഡ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. And arteriovenous graft is a kind of access that used for hemodialysis. ഫിസ്റ്റുല പോലെ തന്നെ ഒരു access ഒരു മെത്തേഡ് ആണ്, ഹീമോഡയാലിസിസ് മെത്തേഡ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. The graft is normally placed in the arms but may be placed in the legs if needed. സാധാരണ രീതിയിൽ AV ഗ്രാഫ്റ്റ് എവിടെയാണ്, നമ്മള് കൈകളിലാണ് ചെയ്യാറ്. ഈ ഒരു ഇമേജിൽ കാണുന്നുണ്ടല്ലോ, കൈകളിലാണ് ചെയ്യാറ്. ചില സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ലെഗ്സിലും ചെയ്യാം, വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ലെഗ്സിലും ചെയ്യാറുണ്ട്. The graft is normally placed in the arms but may be placed in the legs needed. An AV graft is the connection of the vein and the artery that use hollow and synthetic tube. നമ്മൾ പറഞ്ഞു വെയിനും ആർട്ടറിയും കൂടി കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഇപ്പൊ കാണിച്ചത് ഏതാണ്, AV ഗ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ട്യൂബ്, ഒരു പൊള്ളയായിട്ടുള്ള ഒരു ട്യൂബ് വഴി നമ്മുടെ വെയിനും ആർട്ടറിയും കൂടി കണക്ട് ചെയ്യും. ഏതാണ്, വെയിനും ആർട്ടറി എന്ത് ചെയ്യും, കണക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ബ്ലഡ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് കളക്ട് ചെയ്യും. അത് പ്യൂരിഫൈ ചെയ്ത് ഡയാലൈസർ മെഷീനിൽ വെച്ച് അത് പ്യൂരിഫൈ ചെയ്ത് അതേ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ്
നമ്മൾ ഈ പാത്തിൽ കൂടെ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലേക്ക് കയറ്റി വിടുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഇമേജ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. നോക്കാം. One of the tube is attached. One end of the tube. നമ്മൾ ഈ ഇമേജിൽ കണ്ട പോലെ ഒരു എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടാവും നമ്മളെ ആർട്ടറിയിലേക്കും, ഒരു എൻഡ് എവിടേക്കും വെയിനിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഒരു എൻഡ് എങ്ങടെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക, ആർട്ടറിയിലേക്കും, ഒരു എൻഡ് വെയിനിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു എൻഡ് ആർട്ടറിയിലേക്കും ഒരു എൻഡ് വെയിനിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. One end of the tube is attached to an artery and the other end of the tube is attached to a vein. This connection results in blood flowing from high flow. അപ്പൊ ഈ ഒരു കണക്ഷൻ കാരണം നമുക്ക് ഹൈ ഫ്ലോ എന്ന് ഹൈ പ്രഷർ ആർട്ടറി ത്രൂ ഗ്രാഫ്റ്റ് ദെൻ ഇൻടു ലോ പ്രഷർ വെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടറി വഴി നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്ത് നമ്മൾ പ്യൂരിഫൈ ചെയ്ത് ദെൻ നമുക്ക് എന്ത് കിട്ടും, നല്ല ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റാനായിട്ട് പറ്റും. കോൺസിക്വന്റ്ലി the blood flow through the graft provide a flow rate that will supply enough blood to provide suitable hemodialysis treatment. അപ്പൊ ഇത് വഴി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടെ വന്ന ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യും, പ്യൂരിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത് അതിലത്തെ വേസ്റ്റും അതേപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള വാട്ടറും ഫ്ലൂയിഡ് ഒക്കെ റിമൂവ് ചെയ്ത് നല്ല ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യും, ഇതുവഴി നമ്മൾ എന്ത് ചെയ്യും, ഈ സിന്തറ്റിക് ട്യൂബ് വഴി തന്നെ എന്ത് ചെയ്യും, നമ്മൾ അത് ശരീരത്തിലേക്ക് കയറ്റും. An AV graft provides solution for small or weak vein. ഇപ്പൊ നമ്മുടെ വെയിൻ ചെറുതാണ്, വെയിനും ആർട്ടറിയോട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും, AV ഗ്രാഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് AV ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് ഡയാലിസിസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഡയാലിസിസ് ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ് കൂടി തീരും എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഉള്ളവർക്ക് കുറച്ച് വീക്ക് ആയ വെയിൻ ഉള്ളവർക്ക് പോയി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, AV ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് വീനസ് ആക്സസ് പോയിന്റ് നോക്കാം കേട്ടോ. വസ്കുലാർ ആക്സസ് കത്തീറ്റർ ആണ് നെക്സ്റ്റ് മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ് ആണ് വസ്കുലാർ ആക്സസ് കത്തീറ്റർ. It is a flexible tube that is placed in large vein. നമ്മുടെ ലാർജ് വെയിനിലായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. യൂഷ്വലി ഇൻ യുവർ നെക്ക്, സാധാരണ രീതിയിൽ നമ്മുടെ നെക്കിലാണ് ഫിക്സ് ചെയ്യുന്നത്. ഓൺലി ഫോർ എ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ്, ചെറിയൊരു കാലയളവിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാസ്കുലർ ആക്സസ് കത്തീറ്റർ യൂസ് ചെയ്യാറ്. കാരണം ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിൽ ഇപ്പൊ പെട്ടെന്ന് ആ പേഷ്യന്റിന്റെ അവസ്ഥ എന്താണ് ക്രിട്ടിക്കൽ ആകുകയും ചെയ്ത് നമുക്ക് AV ഫിസ്റ്റുല പ്ലേസ് ചെയ്യാനോ AV ഗ്രാഫ്റ്റിംഗ് ചെയ്യാനോ ഉള്ള ടൈം നമുക്ക് കിട്ടില്ല, അവൈലബിൾ അല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്, വസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ട്യൂബ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ലാർജ് വെയിൻ യൂഷ്വലി ഇൻ യുവർ നെക്ക് ഓൺലി ഫോർ എ ഷോർട്ട് ടൈം ഹീമോഡയാലിസിസ്. ചെറിയൊരു കാലയളവിലേക്കാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇഫ് ദ കിഡ്നി ഡിസീസ് ഹാസ് പ്രോഗ്രസ്ഡ് റാപ്പിഡ്, പെട്ടെന്നായിരുന്നത് കിഡ്നി ഡിസീസ് എന്ത് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് എ പേഷ്യന്റ് may not have the time for replacement of an AV fistula. നമുക്ക് AV fistula റീപ്ലേസ് ചെയ്യാനുള്ള ടൈം ഇല്ല, അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റിംഗ് ചെയ്യാനുള്ള ടൈം ഇല്ല ബിഫോർ ബിഗിനിങ് ഓഫ് ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ്. ഡയാലിസിസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ രണ്ട് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ വസ്കുലർ ആക്സസ് കത്തീറ്റർ യൂസ് ചെയ്യാറ്. അത് സാധാരണ രീതിയിൽ എവിടെയാണ്, സാധാരണ രീതിയിൽ നമ്മുടെ നെക്ക് ആ ഒരു ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ വസ്കുലർ ആക്സസ് കത്തീറ്റർ യൂസ് ചെയ്യാറ്. നോക്കട്ടെ, ഇതുണ്ടോ, അതുവഴി മെയിനായിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇമേജ് നോക്കിയാൽ മതി. അതുവഴി നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ബ്ലഡ് കളക്ട് ചെയ്യും, അത് പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലേക്ക് റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു നോക്കാം കേട്ടോ. ഈ ഒരു ഇമേജ് ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഇമേജ് ബ്ലഡ് ടു ഡയാലിസിസ് മെഷീൻ. ഈ വഴി നമ്മൾ ഡയാലിസിസ് മെഷീനിൽ നിന്ന് മെഷീനിലേക്ക് നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അത് ഡയാലിസിസ് മെഷീൻ ചെന്ന് അത് എന്ത് ചെയ്യും, പ്യൂരിഫൈ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ആ ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ട്യൂബ് വഴി തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് വസ്കുലർ ആക്സസ് കത്തീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഈ കടത്തി വരുന്ന ഈ ട്യൂബാണ്, ഈ ട്യൂബിനെയാണ് നമ്മൾ കത്തീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു കൊള്ളായിട്ടുള്ള ട്യൂബാണ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യാറ്. ഇനി നെഫ്രോളജിസ്റ്റ് സാധാരണ രീതിയിൽ ഈ ഒരു ഇത്തിരി ചെറിയൊരു മൈനർ എന്താണ് സർജറി പോലെയാണ് ചെയ്യുന്നത്. നമുക്ക് സഡേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്.
വിത്ത് പ്രസൻസ് ഓഫ് നെഫ്രോളജിസ്റ്റുകളാണ് ചെയ്യുന്നത്. പിന്നെ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോസസ് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത് എവിടെ, നെഗറ്റീവ് ഭാഗത്തായിട്ട്. A neurologist, a doctor who specializes in kidney problems. Neurologist എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി പ്രോബ്ലംസിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറിനെയാണ് നമ്മൾ ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ന്യൂറോളജി ഒക്കെ ന്യൂറോളജിസ്റ്റ് അല്ല, നെഫ്രോളജിസ്റ്റ്. സോറി, മാറിപ്പോയതാണ്, മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കണം. നെഫ്രോളജിസ്റ്റ് ട്ടാ, പെട്ടെന്ന് അങ്ങോട്ട് സ്പീഡിൽ പറഞ്ഞിട്ട് മാറിപ്പോയതാണ്, സോറി ട്ടാ. നെഫ്രോളജിസ്റ്റ് ആണ് കിഡ്നി പ്രോബ്ലംസിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ. നമ്മൾ ഒരുപാട് കാറ്റഗറീസ് പഠിച്ചിട്ടുണ്ടാകും, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചിട്ടുണ്ടാകും. നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വ്യക്തിയെയാണ് നമ്മൾ നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓർ ആൻ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്, അതേപോലെ തന്നെ ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റും കൂടി ഉണ്ടാവും. എ ഡോക്ടർ ഹു യൂട്ടിലൈസ് ദ മെഡിക്കൽ ഇമേജിംഗ് ടൂൾ ടു execute operations and perform the venous catheter placement procedure in the hospital or outpatient center. സാധാരണ രീതിയിൽ outpatient centers അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽസിലാണ് നമ്മൾ എന്താ പറയുന്നത് ഈ venous catheter placement സർജറീസ് നടത്താറ്. The patient get local anesthesia. നമ്മൾ local anesthesia എന്താണ്, general anesthesia എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കാറുണ്ട്, ചെറിയ സഡേഷൻ പോലെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യണത്, പ്ലേസ് ചെയ്യണത്. ടു കാം ആൻഡ് റിലാക്സ് ഇൻ കോഴ്സ് ഓഫ് പ്രൊസീജിയർ. ഈ പ്രൊസീജിയറിൽ നമ്മുടെ പേഷ്യന്റിനെ കുറച്ച് കാം ആയിട്ട് എടുക്കാന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ അനസ്തേഷ്യ ഒക്കെ കൊടുത്തിട്ടാണ് ഈ പ്രോസസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാരി ചെയ്യുന്നത്. ഇനി venous catheters are not performed for long term use. ഞാൻ പറഞ്ഞു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണത്. ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കാണെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റിംഗ് ആണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് ചെയ്യണത്, നമ്മൾ സജസ്റ്റ് ചെയ്യണത്. കാരണം ഈ വീനസ് കത്തീറ്ററിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ആവും, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻസ് ശരിക്കും ഹാർട്ടിലേക്ക് ആ ഒരു പൊസിഷനിലായിക്കൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ when venous catheter, a patient may generate blood clot, an infection or cause the vein to narrow. നമ്മുടെ വെയിൻ ഉണ്ടല്ലോ, വെയിൻ നാരോ ആവാനൊക്കെ ഉള്ള ചാൻസുകൾ കൂടുതലാണ് ഏതില്, venous catheter. However, if the patient wants to start hemodialysis right away, a venous catheter will work for several weeks to months. A surgeon can do long-term access surgery. അപ്പൊ നമ്മൾ പെട്ടെന്ന് അർജന്റ് ആയിട്ട് നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം, ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് വീക്കുകളിലേക്കോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമ്മുടെ വീനസ് കാത്തീറ്റർ യൂസ് ചെയ്ത് അതുവഴി ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് ടൈം കിട്ടുമല്ലോ, ആ ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, AV ഫിസ്റ്റുലയാണോ AV ഗ്രാഫ്റ്റിംഗ് ആണോ നമുക്ക് നല്ലതെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അത് പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. Both the AV fistula and AV graft are outlined for long-term dialysis treatment. സാധാരണ രീതിയിൽ AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും ലോങ് ടൈം, ഒരുപാട് നാളത്തേക്ക് ലൈഫ് ലോങ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണത്, ഡയാലിസിസ് ഒക്കെ ചെയ്യണവർക്ക് കുറച്ചും കൂടെ ആപ്റ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഡോണറിനെ കിട്ടണ വരെ, നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷന്റെ ടൈം വരെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. People who get AV fistula are healed and ready to begin hemodialysis 2 or 3 months after their surgery. നമ്മൾ പറഞ്ഞു AV fistula പ്ലേസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു സർജറി ചെയ്യേണ്ടതാണ്, നമ്മുടെ വെയിന് എന്തായിട്ട് ആർട്ടറിയായിട്ട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സർജറി കഴിഞ്ഞ് ഒരു 2-3 മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ രീതിയിൽ ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പീപ്പിൾ ഹു റിസീവ് AV ഗ്രാഫ്റ്റിംഗ്, ഈ പീപ്പിൾസ് AV ഗ്രാഫ്റ്റ് ആണ് നമുക്ക് സിന്തറ്റിക് ട്യൂബ് പുറത്തേക്ക് വെച്ചത്, അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് പ്ലേസ് ചെയ്ത് ഒരു 2-3 വീക്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. Catheter are outlined for short term. സാധാരണ ചെറിയ കാലയളവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കത്തീറ്റർ വഴി ചെയ്യുന്നത്, വീനസ് കത്തീറ്റർ വഴി ചെയ്യുന്നത്. അല്ലെങ്കിൽ ടെമ്പററി യൂസ്, ടെമ്പററി ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ വീനസ് കത്തീറ്റർ യൂസ് ചെയ്യാറുണ്ട്. നോക്കാട്ടോ, നമ്മൾ ഇന്ന് പറഞ്ഞത് ഹീമോഡയാലിസിസ് ആണ്. മോസ്റ്റ് കോമൺ ഡയാലിസിസ് ആണ് ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഈ മെഷീൻ, ഡയാലിസിസ് മെഷീൻ നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി ആയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ കിഡ്നിനെ ഡയലൈസർ ഓർ ഹീമോഡയലൈസർ എന്ന് പറയും. ഇതാണ് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡും അതേപോലെ എക്സസ് ആയിട്ടുള്ള സർപ്ലസ് ആയിട്ടുള്ള ഫ്ലൂയിഡും റിമൂവ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ബ്ലഡ് ഇവര് ഈ മെഷീനിലൂടെ കണക്ട് ചെയ്ത് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡും വേസ്റ്റും നമ്മൾ കളക്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത ബ്ലഡ് ആയിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഹീമോഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഒരു മൈനർ സർജറി ആവശ്യമുണ്ട്.
ഒരു വസ്കുലാർ ആക്സസ് സൈറ്റ് സാധാരണ രീതിയിൽ നമുക്ക് ബ്ലഡ് വെസൽസ് അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് വസ്കുലാർ ആക്സസ് സൈറ്റിന് വേണ്ടി ചെറിയ മൈനർ സർജറികൾ ചെയ്യാറുണ്ട്. അപ്പം 3 രീതിയിലാണ് ഹീമോഡയാലിസിസ് ചെയ്യാറ്. ഫസ്റ്റ് പറഞ്ഞത് AV ഫിസ്റ്റുലയാണ്. AV ഫിസ്റ്റുല എന്ന് വെച്ചാൽ ഒരു സർജിക്കൽ കണ്ടീഷൻ ആണ്. നമ്മുടെ ആർട്ടറിയും വെയിനും തമ്മിൽ എന്തെങ്കിലും കണക്ട് ചെയ്ത് അതുവഴി നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യും, ആ ബ്ലഡ് ഡയാലിസിസ് മെഷീനിലേക്ക് കയറ്റി വിടുകയും ഫിൽറ്റർ ചെയ്തതിനു ശേഷമുള്ള ഫിൽറ്റർ ചെയ്യുന്ന ബ്ലഡ് തിരിച്ച് സെൻഡ് ബാക്ക് ഇങ്ങോട്ട് നമ്മുടെ ആർട്ടറിൽ. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു AV ഗ്രാഫ്റ്റ്. AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ട്യൂബ് നമ്മളുടെ എന്താണ് നമ്മുടെ സാധാരണ രീതിയിൽ കയ്യിലാണ് അത് ഫിക്സ് ചെയ്യാറ്. ഫിക്സ് ചെയ്തിട്ട് ഇതുവഴിയായിരിക്കും നമ്മൾ ബ്ലഡ് എന്ത് ചെയ്യണത്, കളക്ട് ചെയ്യുകയും അത് എന്ത് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യണത്, സെൻഡ് ബാക്ക് ചെയ്യണത് AV ഗ്രാഫ്റ്റ്. ഓക്കെ, AV ഗ്രാഫ്റ്റ്. ഇനി എന്താ പറയാ, സാധാരണ രീതിയിൽ ഏറ്റവും ലോ റിസ്ക് ആയിട്ടുള്ളത് AV ഫിസ്റ്റുലയാണ്. ഏറ്റവും ലോ റിസ്ക് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഏതാണ്, AV ഫിസ്റ്റുലയാണ്. നെക്സ്റ്റ് AV ഗ്രാഫ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സീരിയസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഹൈ റിസ്ക് ആണ് ഏത്, സെൻട്രൽ വീനസ് കാത്തീറ്റർ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, AV ഗ്രാഫ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഈ ആക്സസ് സൈറ്റ് ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. സാധാരണ രീതിയിൽ ആമുകളിലാണ്, കൈകളിലാണ് ഇത് ചെയ്യാറ്. ദെൻ എന്ത് ചെയ്യും, പിന്നെ അത് ലെഗുകളിൽ വേണമെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് നമ്മുടെ വെയിനിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ലെഗിലും ചെയ്യാനായിട്ട് പറ്റും. ഈ സിന്തറ്റിക് ട്യൂബിനെയാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വൈറ്റ് കളറിൽ കാണുന്ന ഏതാണ്, ഈ ഗ്രാഫ്റ്റിനെ ട്യൂബിനെയാണ് നമ്മൾ എന്താ പറയുക ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഒരു ട്യൂബ് എവിടേക്ക് വെയിനിലേക്കും മറ്റൊരു ട്യൂബ് ആർട്ടറിയിലേക്കുമാണ് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതുവഴി നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് കളക്ട് ചെയ്യുകയും ആ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് മെഷീനിൽ വെച്ച് നമ്മൾ അത് പ്യൂരിഫൈ ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യും, പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് സെൻഡ് ബാക്ക് ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ വരുന്നത് AV ഗ്രാഫ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത് വസ്കുലാർ ആക്സസ് കാത്തീറ്റർ ആണ്. ഇതില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പേഷ്യന്റിന്റെ അവസ്ഥ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി. സോ നമുക്ക് AV ഗ്രാഫ്റ്റ് AV ഫിസ്റ്റുലയോ ചെയ്യാനുള്ള ടൈം ഇല്ല. ഇത് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു ടൈം വേണം. ഒരു ഞാൻ പറഞ്ഞു 3 months ആണ് AV ഫിസ്റ്റുലയുടെ കേസിൽ. AV ഗ്രാഫ്റ്റിന്റെ കേസിലാണെങ്കിൽ 2 to 3 weeks ആണ്. അപ്പൊ ഇത്രയും ടൈം നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം. ഹീമോഡയാലിസിസ് പെട്ടെന്ന് ഷോർട്ട് ടൈമിലേക്ക് പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വസ്കുലാർ ആക്സസ് കാത്തീറ്റർ ആണ് യൂസ് ചെയ്യാറ്. നമ്മുടെ നെക്കിന്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു സർജറി നടത്താറ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അനസ്തേഷ്യ കൊടുത്ത് ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഈ സർജറി ഒക്കെ ചെയ്യാറ്. ഇതിൽ പിന്നെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഫ്രോളജിസ്റ്റിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ കിഡ്നി രോഗങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തിനെയാണ് നെഫ്രോളജിസ്റ്റ് എന്ന് പറയണെന്ന് പറഞ്ഞു. ഇനി എന്താ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ഏതാണ്, വീനസ് കാത്തീറ്ററിന്റെ കേസിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. AV ഗ്രാഫ്റ്റും AV ഫിസ്റ്റുലയും റിസ്കി അല്ല എന്നല്ല, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നല്ല, ഇതിന്റെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതിനാണെങ്കിൽ നമ്മുടെ വീനസ് കാത്തീറ്ററിനാണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും, ഈ ഒരു പോർഷൻ ഒന്ന് വായിച്ചു നോക്കി. ഹീമോഡയാലിസിസ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ഡൗട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, AV ഫിസ്റ്റുലയാണ് മനസ്സിലാവാത്തത്. AV ഫിസ്റ്റുല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, നമ്മുടെ ആർട്ടറിയും വെയിനുമായിട്ടൊരു കണക്ഷൻ കാണാൻ പറ്റാത്ത, ഓക്കെ, ആർട്ടറിയും വെയിനായിട്ടൊരു
കണക്ഷൻ ഇവിടെ കണ്ട AV ഫിസ്റ്റുല എന്ന് പറഞ്ഞെങ്കിൽ ആർട്ടറിയും വെയിനും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പൊ നമ്മുടെ ബ്ലഡ് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് കുറച്ച് കൂടും. അതുവഴി നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് നമ്മുടെ കളക്ട് ചെയ്യും, ഡയാലിസിസ് മെഷീനിലേക്ക് കടത്തി വിടുകയും ഡയാലിസിസ് മെഷീനിൽ ധമനികള് കേട്ടോ അതുവഴി ഞരമ്പ് ഓക്കെ അതുവഴി നമ്മൾ എന്ത് ഡയാലിസിസ് മെഷീനിലേക്ക് കടത്തി വിടുകയും അതുവഴി എന്ത് ചെയ്യും, നമ്മളുടെ ബ്ലഡ് എന്ത് ചെയ്യും, അവിടെ ചെന്ന് ആ ബ്ലഡിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ഫ്ലൂയിഡും വേസ്റ്റും നമ്മൾ എന്ത് ചെയ്യും, അത് ഫിൽറ്റർ ചെയ്ത് എക്സ്ട്രാ ഫ്ലൂയിഡും ഫിൽറ്റർ ചെയ്ത് നമ്മളുടെ വെയിനിലേക്ക് തിരിച്ചതെന്ത് ചെയ്യും, ഈ വെയിനിലേക്ക് ഇതുവഴി ഈ ഫ്രം ദ ഡയാലിസിസ് മെഷീൻ ടു ഇൻഫ്ലോ കാണിക്കുന്നുണ്ട്, ഒരു ആരോ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും, നമ്മുടെ സിരകളിലേക്ക് തിരിച്ചു കയറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ധമനികളും സിരകളും തമ്മിലൊരു ചെറിയ കണക്ഷൻ ഉണ്ടാക്കും. ആ കണക്ഷൻ വഴി നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോ ഒക്കെ കുറച്ച് കൂടും. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് ഡയാലിസിസ് മെഷീനിലേക്ക് കടത്തി വിടും. എന്നിട്ട് ഡയാലിസിസ് മെഷീനിൽ വെച്ചാണ് മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നത്. ഡയാലിസിസ് മെഷീനിൽ വെച്ചിട്ട് നമ്മുടെ എന്താണ്, നമ്മളുടെ ബ്ലഡിൽ കൂടുതലായിട്ടുള്ള വേസ്റ്റും അതേപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഭാഗത്തും അതവിടെ ഫിൽറ്റർ ചെയ്ത് നല്ല ബ്ലഡ് ഫിൽറ്റർ ചെയ്തതിന് ശേഷമുള്ള ഫിൽറ്റേർഡ് ആയിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് നമ്മൾ ഈ ഒരു കുഴൽ വഴി എന്ത് ചെയ്യും, ഈ വെയിനിലേക്ക് കടത്തിവിടും. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ബാക്കി എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കട്ടെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. സ്പീഡ് കുറയ്ക്കാനായിട്ട് പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എക്സാം വരാറായിട്ടുണ്ട്. എക്സാമിന് അധികം ദിവസമില്ല. ഇപ്പൊ ഓരോരുത്തർക്കും ഏൽപ്പിച്ച പോർഷൻ നമ്മൾ തീർക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ ടീച്ചർമാരും ഇതേപോലത്തെ സ്പീഡിലായിരിക്കും പോണത്. AV ഗ്രാഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട മോനെ, AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് വെച്ച് കാണിച്ചുതരാം. AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ട്യൂബ്, സാധാരണ രീതിയിൽ ഒരു കൊള്ളയായിട്ടുള്ള ഒരു ട്യൂബ് എന്ത് ചെയ്യും, നമ്മള് ഒരു മിനിറ്റ് ഡാമേജ് പോയി സിന്തറ്റിക് ആയിട്ടുള്ള ട്യൂബ് ഒരു എൻഡ് അതിന്റെ ഒരു പാർട്ട് എൻഡ് വശം നമ്മുടെ വെയിൻ ആയിട്ടും മറ്റൊരു എൻഡ് നമ്മുടെ ആർട്ടറി ആയിട്ടും കണക്ട് ചെയ്യും. എന്നിട്ട് ഇതുവഴിയായിരിക്കും നമ്മുടെ ബ്ലഡ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വന്നത്. ആർട്ടറി വഴിയുള്ള ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യും, ഡയാലിസിസ് മെഷീനിലേക്ക് കടത്തിവിട്ട് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് നല്ല ബ്ലഡ് വെയിൻ വഴി എന്ത് ചെയ്യും, കയറ്റിവിടും. ആ ഒരു പ്രോസസ്സാണ് AV ഫിസ്റ്റുല. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സിന്തറ്റിക് ആയിട്ട് ചെറിയൊരു ട്യൂബ്, ഒരു ഗ്രാഫ്റ്റ് സെപ്പറേറ്റ് നമ്മുടെ വെയിനിലേക്കും ആർട്ടറിയിലേക്കും ചെറിയ സർജറി വഴി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, AV ഗ്രാഫ്റ്റും AV ഫിസ്റ്റുലയും ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യാം കേട്ടോ. എത്ര സ്പീഡിലാണ് പോയെന്ന് അറിയാം, അതുകൊണ്ടാണ്. സ്പീഡ് എന്ന് പറയാൻ പറ്റൂല, കാരണം ഇനി വരുന്ന മൊഡ്യൂള് തേർഡും ഫോർത്തൊക്കെ മൊഡ്യൂള് വലിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അത് അത്ര സ്ലോ ആയിട്ട് പറഞ്ഞു പോകാനൊക്കെ പറ്റില്ല, നല്ല ടഫ് ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഈ സ്പീഡിനൊപ്പം ക്യാച്ച് ചെയ്ത് വരാനായിട്ട് ശ്രമിക്കാം. നിങ്ങളൊന്ന് ഇമ്പ്രൂവ് ആവാനായിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം, ശ്രമിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വായിച്ചു കഴിഞ്ഞു?
ബാക്കിയുള്ളവര് വായിച്ചു കഴിഞ്ഞാലും മെസ്സേജ് അയക്കാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ക്ലിയർ ആണ് എല്ലാവർക്കും? എല്ലാവരും വായിച്ചു കഴിഞ്ഞു ആദ്യം തന്നെ? ഓക്കെ, വായിച്ചു കഴിഞ്ഞു. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞു എല്ലാവരും? എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കണം. ഞാൻ അടുത്ത പോർഷൻ എടുക്കും. ഇനി എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ ആയിട്ടല്ലേ പറഞ്ഞത്? ഇമേജ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞു തന്നു. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചിലവരൊക്കെ ആദ്യമായിട്ടായിരിക്കും കേട്ടിട്ടുള്ളത്. നമുക്ക് ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ബാക്കി എന്തൊന്നും ആരും മിണ്ടാതിരിക്കണേ. ഭൂമികയൊക്കെ സംസാരിക്കണേനല്ല. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ആണ് ഏതാണ്? പെരിറ്റണൽ ഡയാലിസിസ്. പെരിറ്റേണിയൽ ഡയാലിസിസ്. നമ്മുടെ ഈ ഒരു ഡയാലിസിസ് സാധാരണ രീതിയിൽ എന്ത് ചെയ്യാനായിട്ടാണ്? ഡയാലിസിസ് മെഷീന്റെ ഹെൽപ്പ് ഇല്ലാതെ ഡയാലിസിസ് ചെയ്യും. നമ്മൾ എന്താണ് ഈ പെരിറ്റേണിയൽ ഡയാലിസിസ്? ദ ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ബോഡി. നമ്മുടെ ബോഡിയുടെ അകത്ത് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും. ഇൻസൈഡ് യുവർ ബോഡി ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഡയാലൈസർ മെഷീൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഹീമോഡയാലിസിസിൽ ഡയാലൈസർ മെഷീനിൽ കടത്തി വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലഡ് പ്യൂരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി പെരിറ്റേണിയൽ ഡയാലിസിസിലാണെങ്കിൽ നമ്മൾ ഡയാലിസിസ് മെഷീന്റെ സഹായം ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഫോർ ദിസ് കൈൻഡ് ഓഫ് ഡയാലിസിസ് the lining of your abdomen or belly area, നമ്മുടെ belly area, ഈ പെരിറ്റേറിയം എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ഒരു ഫിൽറ്റർ ആയിട്ട് എന്ത് ചെയ്യും? ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ഡയാലിസിസ് എന്ന് പറയും, ഡയാലിസിസ് സൊല്യൂഷൻ ഉണ്ടല്ലോ, ഈ ഡയാലിസിസ് സൊല്യൂഷൻ ഒരു കാത്തീറ്റർ വഴി നമ്മൾ എന്ത് ചെയ്യും? ഈ പെരിറ്റണൽ ഏരിയയിലേക്ക് കടത്തി വിടുകയും അവിടെ വെച്ചിട്ട് ഈ ഡയാലിസിസ് സൊല്യൂഷൻ ഒരു മാഗ്നറ്റ് പോലെ ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്ത് എന്താ പറയാ പാർട്ടിലുള്ള എല്ലാ എന്താ പറയാ വേസ്റ്റും അതേപോലെ മെറ്റീരിയൽസ് ഒക്കെ അത് ഫിൽ ഔട്ട് ചെയ്ത് കളക്ട് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ ആ ഒരു ബാഗിലേക്ക് തന്നെ നമ്മൾ ഡയാലിസിസ് സൊല്യൂഷൻ കടത്തി വിട്ടല്ലോ, ആ ബാഗിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം കേട്ടോ, ഇമേജ് നോക്കാം. ഞാനിപ്പോ പറഞ്ഞപ്പോ അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഇമേജ് കാണിച്ചു തരാം. നമ്മള് ഈ ഒരു ഏരിയനെയാണ് പെരിറ്റേറിയം എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ വലിയ ഏരിയയുടെ ഈ ഒരു ഏരിയനെയാണ് ഡയാലിസിസ് സൊല്യൂഷൻ ഉള്ള ബാഗാണ് ഈ ബാഗ്. ഞാൻ ഈ ഒരു ആരോ വച്ചിരിക്കുന്നത്. ഇതുവഴി നമ്മൾ എന്ത് ചെയ്യും? ഇതുവഴി ഒരു കത്തീറ്ററിന്റെ ഹെൽപ്പോട് കൂടി ഈ സൊല്യൂഷൻ നമ്മളിപ്പോ അതില് ചിലപ്പോ വാട്ടർ ഉണ്ടാവും, കുറച്ച് സോൾട്ട് ഉണ്ടാവും, പിന്നെ കുറച്ച് അഡിക്റ്റീവ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ഉള്ള ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും? കടത്തി വിടും. എന്നിട്ട് കുറച്ച് ഫ്യൂ അവേഴ്സ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? ഈ സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു മാഗ്നറ്റ് പോലെയാണ്. എവിടെയൊക്കെ എന്തൊക്കെ എക്സ്ട്രാ ഉണ്ട് അതെല്ലാം ഈ സൊല്യൂഷനിലേക്ക് കളക്ട് ചെയ്ത് ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ഈ ബാഗ് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വേസ്റ്റ് ഉള്ളത് ഡയാലിസിസ് വിത്ത് വേസ്റ്റ് പ്രോഡക്റ്റ് ഡ്രൈൻ ഫ്രം ദ പെരിറ്റണൽ സ്പേസ്. ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് വലിയ ഏരിയ ഇത് നമുക്ക് ഈ വേസ്റ്റ് പ്രോഡക്റ്റ് ഉള്ളത് നമുക്ക് ഡ്രൈൻ ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെരിറ്റണൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ടെസ്റ്റിലേക്ക് വരാം. ഒന്നും കൂടി വേണമെങ്കിൽ ഇമേജ് ഒന്ന് മനസ്സിൽ വിചാരിച്ചോ. നമ്മുടെ ഡയാലിസിസ് സൊല്യൂഷൻ
ഒരു കത്തീഡറിന്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ബെല്ലി ഏരിയയിലേക്ക് കടത്തി വരികയും അതൊരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഈ വേസ്റ്റ് ഇതുവഴി വേസ്റ്റ് എന്ത് ചെയ്യും, വേസ്റ്റ് ആയിട്ടുള്ള ഈ ഡയാലിസിസ് സൊല്യൂഷൻ നമ്മൾ ഇതേ ബാഗും കത്തീഡറും യൂസ് ചെയ്ത് പീൽ ഔട്ട് ചെയ്യും, ചില നമ്മൾ വലിച്ചെടുക്കും. ഈ ഒരു പ്രോസസ്സിനെ എനിക്ക് പറയുന്നത് പെരിറ്റോണൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ടെസ്റ്റിലേക്ക് വരാം കേട്ടോ, നോക്കാം. നോക്കാട്ടെ എല്ലാവരും. ഇനി in peritoneal dialysis, the blood is purified inside your body instead of using dialysis machine. നമ്മൾ നേരത്തെ പറഞ്ഞ ഹീമോഡയാലിസിസിൽ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മൾ മെഷീൻ യൂസ് ചെയ്യുന്നില്ല, നമ്മുടെ ബോഡിയുടെ അകത്ത് വെച്ച് തന്നെയാണ് നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യുന്നത്, പ്യൂരിഫൈ ചെയ്യുന്നത്. ഫോർ ദിസ് കൈൻഡ് ഓഫ് ഡയാലിസിസ്, ഇതേപോലത്തെ ഡയാലിസിന് വേണ്ടി the lining of your abdomen or belly area, നമ്മൾ ഈ പെരിറ്റി ഏരിയ എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമ്മുടെ ഫിൽറ്റർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ബിഫോർ ബിഗിനിങ് ഓഫ് ദ പെരിറ്റോണൽ ഡയാലിസിസ്, ഇതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ സർജറി ആവശ്യമുണ്ട്. നമ്മൾ ഹീമോഡയാലിസിന്റെ കേസിൽ 3 സർജറി ഒക്കെ പറഞ്ഞു, അതേപോലെ ചെറിയ മൈനർ സർജറി ഇവിടെ വേണം. നമ്മുടെ എന്താണ് കത്തീഡർ ഉണ്ടല്ലോ, കത്തീഡർ നമ്മുടെ അബ്ഡമൻ ഏരിയയിലേക്ക് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യാൻ വേണ്ടി ചെറിയ സർജറി ആവശ്യമുണ്ട്. A minor surgery is required to place catheter. ആ സോഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞില്ലേ, ആ ട്യൂബ് വഴിയാണ് ഇത് സൊല്യൂഷൻ നമ്മുടെ ബോഡിയിലേക്ക് കയറ്റി വരണമെന്ന് പറഞ്ഞല്ലോ. ആ ട്യൂബ്, സോഫ്റ്റ് ട്യൂബ് നമ്മുടെ ബെല്ലിയായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മൈനർ ആയിട്ടുള്ള ഒരു സർജറി ആവശ്യമുണ്ട്. In the course of each treatment, the belly area is little by little filled with the dialysate solution. എന്നുവെച്ചാല് നമ്മളുടെ ഈ ഒരു കോഴ്സ്, ഈ ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ നമ്മുടെ ബെല്ലി ഏരിയയിലേക്ക് കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ സൊല്യൂഷൻ കടത്തി വിടും. ഫ്ലൂയിഡ്, ഒരു ക്ലീനിങ് ഫ്ലൂയിഡ് പോലെയാണ് എന്ത് ചെയ്യണത്, ആക്ട് ചെയ്യണത്. മെയ്ഡ് ഫ്രം എ മിക്സർ ഓഫ് വാട്ടർ, സോൾട്ട് ആൻഡ് അതർ അഡിക്റ്റീവ്. വെള്ളം, സോൾട്ടും അതേപോലെ കുറച്ച് അഡിക്റ്റീവ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഏത്, ഡയാലിസിസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡയാലിസിസ് സൊല്യൂഷൻ എന്ന് പറയാറ്. ത്രൂ ദ കത്തീഡർ, കത്തീഡർ വഴിയാണ് നമ്മൾ ഇത് എന്ത് ചെയ്യണം, നമ്മുടെ ബെല്ലി ഏരിയാസിലേക്ക് കടത്തി വരുന്നത്. ആസ് ബ്ലഡ് flows normally through the area, extra fluid and extra waste are peel out of the blood vessel. നമ്മൾ എന്ത് ചെയ്യും, ഈ ബ്ലഡ് സാധാരണ രീതിയിൽ ആ ഒരു ഏരിയയിൽ ഫ്ലോ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള വേസ്റ്റ്, എക്സ്ട്രാ ഫ്ലൂയിഡും ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്തിട്ട് ഈ ഡയാലിസിസ് എന്ത് ചെയ്യും, മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്തത് പീൽ ഔട്ട് ചെയ്യും, വലിച്ചെടുക്കും. അപ്പം ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ഫ്യൂ അവേഴ്സ്, കുറച്ച് അവേഴ്സ് കഴിയുമ്പോൾ the fluid mixed is emitted out from your belly. നമ്മളിപ്പോ ഈ മിക്സ് ചെയ്ത ഫ്ലൂയിഡ് നമ്മൾ ഇത് നേരത്തെ യൂസ് ചെയ്ത അതേ ബാഗും അതേ കത്തീഡറും യൂസ് ചെയ്ത് നമ്മൾ പീൽ ഔട്ട് ചെയ്യും. From your belly using the same catheter and the bag that was used at the beginning of the treatment. നമ്മൾ ട്രീറ്റ്മെന്റ് ബിഗിനിങ്ങിൽ യൂസ് ചെയ്ത അതേ ഒരു ബാഗും എന്താ പറയാ ആ ഒരു കത്തീഡറും യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ പറഞ്ഞ ഈ വേസ്റ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഈ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് എടുക്കും. After few hours, a fluid mixed with peritoneal dialysis can be almost anywhere if you have the supply needed to the treatment. ഈ ട്രീറ്റ്മെന്റിന് ആവശ്യമുള്ള സപ്ലൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റും. നമുക്കിപ്പോ വീട്ടിലൊക്കെ വെച്ചിട്ട് ഡയാലിസിസ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഏതാണ്, പെരിറ്റോണൽ ഡയാലിസിസ് ആണ്. വീട്ടിലിരുന്നുകൊണ്ടാണ് ഡയാലിസിസ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും, നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് മാത്രമേ ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഹീമോഡയാലിസിസ് ആണ്. വീട്ടിലൊക്കെ ഇരുന്നിട്ട് ചെയ്യാൻ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, എന്താണ് ഇതെന്നൊന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും വായിച്ചു നോക്കണം കേട്ടോ. ഓക്കേടാ, പിക്ചർ ഒന്നുകൂടി കാണിക്കണം അല്ലെ, കാണിക്കാവേ. ഇതല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റില് അതേ ഇമേജ് ഉണ്ട് കേട്ടോ, ടെസ്റ്റിലുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് തോന്നും, അതുകൊണ്ടാണ് ഞാൻ പുറത്തുള്ള ഇമേജ് കാണിച്ചു തന്നെ കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, നമ്മുടെ പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം.
ഒന്നുകൂടി പറയണോ? ഓക്കെ. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ അകത്ത് വെച്ച് തന്നെ നമ്മുടെ വിത്തൗട്ട് ഒരു ഡയാലിസിസ് മെഷീന്റെ സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യണം. ബോഡിയുടെ അകത്ത് വെച്ച് തന്നെ പ്യൂരിഫൈ ചെയ്യണം ഒരു പ്രോസസ്സിനെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് പറയുന്നത്. നമ്മുടെ ഈ വലിയ ഏരിയയാണ് ഒരു ലൈനിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യണത്. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് പെരിറ്റോണിയം. വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ബിഗിനിങ്ങിൽ നമുക്ക് സർജറി ചെയ്ത് ഒരു കത്തീറ്റർ പറയുന്ന സംഭവം നമ്മുടെ ബോഡിയിലേക്ക് വലിയ ഏരിയയിലേക്ക് ഫിക്സ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു കത്തീറ്റർ വന്നിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കത്തീറ്റർ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാനായിട്ട് പറ്റുന്നുണ്ട്. നോക്കാം. ഇവിടെ നമ്മുടെ അബ്ഡമൻ ഏരിയാസിലേക്കായിട്ട് കത്തീറ്റർ നമ്മൾ എന്ത് ചെയ്തിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത കത്തീറ്റർ വഴി എന്ത് ഡയാലിസിസ് സൊല്യൂഷൻ നമ്മൾ കയറ്റി വിടും. എന്ന് വെച്ചാൽ ഡയാലിസിസ് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ വലിയ ഏരിയാസിലേക്ക് കുറച്ച് ഫില്ല് ചെയ്ത് അത് കടത്തി വിടും. അത് കഴിഞ്ഞ് കുറച്ച് അവേഴ്സ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡയാലിസിസ് സൊല്യൂഷനോടൊപ്പം ഒരു വേസ്റ്റും അതേപോലെ അതിൽ എക്സ്ട്രാ ഉള്ള ഫ്ലൂയിഡ് ഒക്കെ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോഡി ആ ഒരു വലിയ ഏരിയാസിൽ നിന്ന് നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ ഡയാലിസിസ് സൊല്യൂഷൻ ഒരു മാഗ്നറ്റിക് ആയിട്ട് ആക്ട് ചെയ്ത് അവിടെയുള്ള എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും ഇതിലേക്ക് അഡിക്റ്റീവ് ഒക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും ഇത് എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്ത് അത് കളക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കത്തീറ്ററും നമ്മുടെ ബാഗ് വെച്ച് തന്നെ അത് കളക്ട് ചെയ്യാനും അത് റിമൂവ് ചെയ്യാനും നമുക്ക് പറ്റും. ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് വീട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് ഡയാലിസിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിയുമ്പോൾ ഇനി ഡയാലിസിസ് വീട്ടിലും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അവരെ ഒരു നോട്ടീസ് ഒക്കെ പോലെ നമുക്ക് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അഡ്വർടൈസ്മെന്റ് ഒക്കെ പോലെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതെന്താണ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. സാധാരണ രീതിയിൽ അത്രയ്ക്ക് റിസ്കി അല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന ഡയാലിസിസ് ആണ്. നോക്കിട്ടോ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത പോർഷൻ എടുക്കാനാ? ഓക്കെ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. 3 ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ്. സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോണ്ടിരുന്നാൽ മതി. 3 ടൈപ്സ് ഉണ്ട്. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇവിടെ ഒരു മെഷീന്റെ സഹായം തീരെ വേണ്ട നമുക്ക്. പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാല് വർക്കിംഗ് അവേഴ്സിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. വർക്കിംഗ് അവേഴ്സ് എന്ന് വെച്ചാൽ പേഷ്യന്റ് ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എക്സ്ചേഞ്ച് ഒരു ദിവസം ഒരു 3 മുതൽ 5 പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. നോക്കാട്ടോ. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് does not need a machine. ഒരു മെഷീന്റെ സഹായം വേണ്ട. എക്സ്ചേഞ്ച് ക്യാൻ ബി ഡൺ 3 or 5 times a day. നമുക്ക് ഈ എക്സ്ചേഞ്ച് ഇങ്ങനെ ചെയ്യണത് ഇതിൽ കൂടെ ലോഷൻ എന്താണ് ഡയാലിസിസ് സൊല്യൂഷൻ നടത്തി വിടുകയും ആ ഡയാലിസിസ് സൊല്യൂഷൻ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അത് കളക്ട് ചെയ്യുന്നത് അത് നമുക്ക് 3 മുതൽ 5 പ്രാവശ്യം വരെ ദിവസം ചെയ്യാൻ പറ്റും. ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ്, അത് ശ്രദ്ധിക്കാം, വർക്കിംഗ് അവേഴ്സ് ആണ്. ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രമേ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് വേറൊരു മെത്തേഡാണ്. നീഡ് ദ യൂസ് ഓഫ് ദ പെർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് ദ ഹോം. ചെറിയ മെഷീനാണ്, അത് നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. വീട്ടിലിരുന്നാണ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാറ്. അതിൽ നമുക്ക് ടൈമർ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റ് ആയിട്ട് ഇത്ര ടൈം കഴിയുമ്പോൾ അത് എന്ത് ചെയ്യണം, ബോഡിയിലേക്ക് ഫിൽ ആവണം. അതിനുള്ളിൽ ഇത്ര ടൈം കഴിയുമ്പോൾ അത് എന്ത് ചെയ്യണം, റീഫിൽ ആവണം എന്നൊക്കെ ഉള്ള രീതിയിൽ ടൈം ഒക്കെ ഫിക്സ് ചെയ്യണ മെഷീനാണ്. അല്ലാതെ ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്ന മെഷീനൊന്നുമല്ല. നമ്മുടെ വീട്ടിലായതുകൊണ്ട് ടൈം ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്യുന്ന ടൈപ്പ് ഒരു മെഷീനാണ്. ദിസ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് പെർഫോംഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ പേഷ്യന്റ് ഇസ് സ്ലീപ്പിംഗ്. നമുക്ക് ഉറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും ഇതേപോലത്തെ ഡയാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. ടൈം ഫിക്സ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ എത്ര മണിക്കൂറിനുള്ളിൽ നമ്മുടെ വലിയ ഏരിയാസിലേക്ക് ഫിൽ ചെയ്യണം, അത് എത്ര മണിക്കൂർ കഴിഞ്ഞ് വലിയ ഏരിയാസിൽ നിന്ന് റീപ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ടൈം ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്തോളും, പെർഫോം ചെയ്തോളും. ഇനി വരുന്നതാണ് ഇന്റർമീഡിയറ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. സാധാരണ രീതിയിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളുടെ ഏത് തന്നെയാണ് നമ്മുടെ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് പോലെ തന്നെ സെയിം ആ ഒരു മെഷീൻ യൂസ് ചെയ്ത് ടൈം ഒക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. IPD ക്യാൻ ബി ഡൺ അറ്റ് ഹോം. നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റും. പക്ഷെ സാധാരണ രീതിയിൽ എവിടെയാണ് ചെയ്യാറ്, ഹോസ്പിറ്റൽസിലാണ് ചെയ്യാറ്. യൂസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആസ് CPD, ബട്ട് ദ ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. കുറച്ച് ടൈം കൂടുതൽ എടുക്കും, കുറച്ച് ടൈം കൂടുതൽ ഉണ്ടാവും. IPD ക്യാൻ ബി ഡൺ അറ്റ് ഹോം. നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽസ്. സാധാരണ രീതിയിൽ ഹോസ്പിറ്റൽസിലാണ് ചെയ്യാറ്. The supplies, equipments needed, duration of each treatment also known as expense.
അപ്പൊ നമ്മൾ എന്താണ് ഈ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യണ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലൈസ്, അതേപോലെ എക്യുപ്മെന്റ്സ്, ഡ്യൂറേഷൻ, എത്ര നാളത്തേക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യണത്. അതേപോലെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് പെർ ഡേ വിൽ ബി ഡിഫറെന്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് പെറ്റൻ ഡയാലിസിസ്. ഓരോ ഡയാലിസിലും എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരും ഇതനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഏതാണ് യൂസ് ചെയ്യണത്, അതേപോലെ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് എന്ത് ചെയ്യണത് ഫിക്സ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നോർമലി ദിസ് പ്രോസസ് ടേക്ക് എ ഫ്യൂ അവേഴ്സ് ആൻഡ് ഇറ്റ്സ് റിക്വയർഡ് ടു റിപ്പീറ്റ് 4 to 6 times per day. സാധാരണ രീതിയിൽ ഫ്യൂ അവേഴ്സ് ആണ് എടുക്കാറ്, 3 hours ഒക്കെ നമുക്ക് സാധാരണ രീതിയിൽ എടുക്കാറ്. നമ്മളിപ്പോ ഡെയിലി ആണെങ്കിൽ പെർ ഡേ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് ഈ പറഞ്ഞ പെറ്റൻ ഡയാലിസിസ് എന്ന് പറയുന്നത്. അതങ്ങനെയാണെങ്കിൽ 4 പ്രാവശ്യം 4 to 6 പ്രാവശ്യം വരെ ഡെയിലി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഈ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ബോഡിയിലെ വേസ്റ്റിന്റെ അളവൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ ഈ ഒരു പോർഷൻ, ടൈപ്സ് ഓഫ് പെറ്റൻ ഡയാലിസിസ് ഒന്ന് വായിച്ചു നോക്കിയേ. IPD എന്ന് പറഞ്ഞ ഷോർട്ട് ഫോം ആണ്. അത് റിലേറ്റിംഗ് ടു നമ്മുടെ എന്താ പറയാ ഡയാലിസിസ് ആണ്. IPD റിമൈനന്റ് പെറ്റൻ ഡയാലിസിസ് എന്ന് പറയും. സാധാരണ രീതിയിൽ നമ്മൾ CSS രീതിയിൽ യൂസ് ചെയ്യണം. അതേ മെഷീന്റെ ഹെൽപ്പോട് കൂടി കുറച്ച് ലോങ്ങർ ആയിട്ട് ട്രീറ്റ്മെന്റ്, കുറച്ച് നേരം കൂടുതലായിട്ടും ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അത് വീടുകളിൽ ചെയ്യാം, പക്ഷെ യൂഷ്വലി സാധാരണ രീതിയിൽ എവിടെ ചെയ്യാറ് ഹോസ്പിറ്റലിലാണ് ചെയ്യാം. എത്ര ആൾ പറയണുള്ളൂ കേട്ടോ. IPD ഇത് ഞാൻ പറഞ്ഞോളും, ഞാൻ വിട്ടുപോയ പോർഷനാണ്. IPD റിലേറ്റിംഗ് ടു എന്താണ് ഡയാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർമീഡിയറ്റ് പെറ്റൻ ഡയാലിസിസ് ആണ് എഴുതേണ്ടത്. അല്ലാത്തൊരു IPD ഉണ്ട്, നിങ്ങൾക്ക് അറിയാവോ? അല്ലാതെ വേറൊരു IPD ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. വേറൊരു IPD ഉണ്ട്, ഇൻഡോറോ അല്ല, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോ IPD റിലേറ്റിംഗ് ടു ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഏതായിട്ട് നമ്മുടെ ഈ ഇന്റർമീഡിയറ്റ് പെറ്റൻ ഡയാലിസിസിനെയാണ് IPD റിലേറ്റിംഗ് ടു ഡയാലിസിസ് എന്നുള്ളത് വരുന്നത് കേട്ടോ. ആരും പോകരുത് കേട്ടോ. ഞാനത് വിട്ടുപോയതാണ്. താങ്ക്സ്. ആരാണോ ഓർമ്മിച്ചത്? ഫർസാന. ഞാൻ പറയാണ്ട് പോയാനെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഈ ഒരു പോർഷനിൽ നിന്ന്? ഓക്കെ അല്ലേ? ഇനി സാധാരണ രീതിയിൽ നമ്മൾ ഇനി വരുന്നതാണ് ലാസ്റ്റ് പാര എന്ന് പറയുന്നത്. നമ്മള് ഇത് ഡ്യൂറേഷനും അതേപോലെ എക്യുപ്മെന്റ്സ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മുടെ പ്ലേസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അതേപോലെ എത്ര പ്രാവശ്യം നമ്മൾ ഈ ഡയാലിസിസ് ചെയ്യണം എന്നുള്ളത് ഓരോ പേഷ്യന്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിനനുസരിച്ച് അവർ ഓരോരുത്തരുടെ മെഡിക്കൽ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ എത്ര പ്രാവശ്യം അത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. സാധാരണ ഒരു വർക്കിംഗ് ഡേയില് അല്ലെങ്കിൽ സാധാരണ ഒരു ദിവസം 4 മുതൽ 6 പ്രാവശ്യം വരെ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിന് ഫ്യൂ അവേഴ്സ്, 2 or 3 hours ഒക്കെ എടുക്കാറുള്ളൂ. അത്ര ഉള്ളൂ അവിടെ പറയണേ കേട്ടോ. ഇനി നമ്മൾ പറയണത് കണ്ടിന്യൂസ് റെന്റൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ്. നമ്മള് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുടെ ഒക്കെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേഷ്യന്റ് ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്റൻസീവ് കെയറിലായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? കണ്ടിന്യൂസ് റെന്റൽ റീപ്ലേസ്മെന്റ് തെറാപ്പി യൂസ് ചെയ്തിട്ടാണ്. ഇതിനെ CRRT എന്ന് പറയാറുണ്ട്. ദിസ് തെറാപ്പി ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സാധാരണ രീതിയിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സിലാണ് ഈ തെറാപ്പി ചെയ്യാറ്. ഫോർ ദ പീപ്പിൾ വിത്ത് സെവറൽ കിഡ്നി ഫെയിലിയർ, ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനാണ് CRRT യൂസ് ചെയ്യാറ്. ഇറ്റ് ഈസ് നോൺ ആസ് വെച്ചാൽ കണ്ടിന്യൂസ് റെന്റൽ റീപ്ലേസ്മെന്റ് തെറാപ്പിക്ക് വേറൊരു പേര് കൂടി ഉണ്ട്. ഇങ്ങനെ പേരൊക്കെ വരുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോ. എന്താണ് അതിന്റെ വേറെ പേര്? ഹീമോഫിൽട്രേഷൻ. എന്താണ് പേര്? ഹീമോഫിൽട്രേഷൻ. A machine pass the blood through a tube. നമ്മുടെ മെഷീനിലേക്ക് ഈ ബ്ലഡ് ഒരു ട്യൂബ് വഴി നമ്മൾ എന്ത് ചെയ്യും? കടത്തി വിടുകയും അതൊരു ഇതുണ്ട് കേട്ടോ. ഇറ്റ് ഫിൽറ്റർ ആൻഡ് എലിമിനേറ്റ് നടക്കണം കേട്ടോ. ഫിൽറ്റർ ആൻഡ് എലിമിനേറ്റ് എന്നുണ്ടോ ഈ ഒരു വേർഡ്?
നിങ്ങളുടെ ടെസ്റ്റിൽ അതൊന്ന് വ്യക്തി മാറ്റിക്കോ, അതൊരു ചെറിയ തെറ്റുണ്ട്. ഇറ്റ് ഫിൽറ്റർ ആൻഡ് എന്നാക്കണം. ഇറ്റ് ഈ എ മാറ്റിയിട്ട് ഇറ്റ് എന്നാക്കാം. ദെൻ ഈ ദെൻ എന്നുള്ള മീനിങ് മാറ്റിയിട്ട് ആൻഡ് എന്നാക്കാം. ആൻഡ് എലിമിനേറ്റ്, ഫിൽറ്റർ ആൻഡ് എലിമിനേറ്റ് വേസ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം ദ പ്രൊഡക്ട്സ് ആൻഡ് വാട്ടർ. നമ്മൾ എന്ത് ചെയ്യും, അത് ഫിൽറ്റർ ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. വേസ്റ്റ് പ്രൊഡക്റ്റ്, നമ്മുടെ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എലിമിനേറ്റ് ചെയ്യും. The blood is returned to the body through with the replacement fluid. എന്നിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഇതേ ബ്ലഡ് എന്ത് ചെയ്യും, റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് കൂടി ചേർന്നത്. നമ്മളിപ്പോ ഈ ഡയാലിസിസിന്റെ പ്രോസസ് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാത്ത ആ ഒരു ഫ്ലൂയിഡും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യും, തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ കയറ്റി വിടും. ദിസ് പ്രോസസ് ഈസ് ഡിസ്ചാർജ്ഡ്, ഡിസ്ചാർജ്ഡ് എന്നല്ല കേട്ടോ, പെർഫോംഡ് എന്നാക്കിക്കോ. ഇവിടെ ഡിസ്ചാർജ്ഡ് എന്ന് ഉണ്ടാവും. അൺഡിസ്ചാർജ്ഡ് വെട്ടിയിട്ട് പെർഫോംഡ് എന്നാക്കിക്കോ. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് ടെസ്റ്റില്, ഞങ്ങളുടെ ടെസ്റ്റില് കറക്റ്റ് ആയിട്ടാണ്, നിങ്ങളുടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടാണ്. ഇനി ചിലപ്പോ ഇത് ഈ ഒരു PDF മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് എന്നുള്ളത് എന്താക്കാം, പെർഫോംഡ് 12 to 24 hours a day, നോർമലി എവറി ഡേ 12 മുതൽ 24 മണിക്കൂർ വരെയും എന്ത് ചെയ്യാറുണ്ട്, ഹീമോഫിൽട്രേഷൻ ചെയ്യാറുണ്ട്. ഈ ഒരു പ്രൊസീജിയർ നമ്മൾ പെർഫോം ചെയ്യാറുണ്ട്. എന്താണ് കണ്ടിന്യൂസ് റെനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ സിക്ക് ആയിട്ടുള്ള കിഡ്നി ഫെയിലർ ആയിട്ടുള്ള പേഷ്യൻസിന് ഫോളോ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് കണ്ടിന്യൂസ് റെനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത്. എന്ന് പറയുന്ന വേറൊരു പേരാണ് ഹീമോഡയാലിസിസ്, ഹീമോഫിൽട്രേഷൻ. അതെന്ന് വെച്ചാൽ നമ്മളൊരു മെഷീൻ, ഒരു ട്യൂബ് വഴി എന്ത് ചെയ്യും, ബ്ലഡ് പാസ് ചെയ്യിപ്പിച്ച്, ആ ഒരു ട്യൂബ് വഴി നമ്മൾ എന്ത് ചെയ്യും, ആ ബ്ലഡ് ആ ട്യൂബ് വഴി പാസ് ചെയ്യിപ്പിച്ച് കളക്ട് ചെയ്ത് ആ മെഷീനിൽ വെച്ച് അത് ഫിൽറ്റർ ചെയ്യും. അതിൽ നിന്നുള്ള വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ ഈ ബ്ലഡ് തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് റീപ്ലേസ് ചെയ്യും. റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് വഴി നമ്മൾ അത് റീപ്ലേസ്. സാധാരണ രീതിയിൽ 12 മുതൽ 24 മണിക്കൂർ വരെയും നോർമലി ഒരു ഡേയിൽ നടക്കാറുണ്ട്. നോർമലി എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ കിഡ്നി ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള പേഷ്യൻസിന് കണ്ടിന്യൂസ് റെനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെങ്കിൽ ഹീമോഫിൽട്രേഷൻ ചെയ്യാറുണ്ട്. അത്രയും ഉള്ളൂ കേട്ടോ ആ ഒരു പാരഗ്രാഫില്. ഒന്ന് വേഗം വായിച്ചു നോക്കി. വായിച്ചു നോക്കി എല്ലാവരും. അതെ കേട്ടാ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? വായിച്ചു നോക്കി എല്ലാവരും. ഡൗട്ട് ഒന്നും ഇല്ലാലോ? ഓക്കെ ആണോ? ഓക്കേടാ. ഞാൻ ഈ സ്പീഡിലാണ് പോണത്, കാരണം നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ റിവിഷൻ പോലെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ സ്പീഡിലാണ് പോണത്. നിങ്ങളത് ക്യാച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.